ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നു എല്ലാവരും? പ്രിപ്പറേഷനൊക്കെ നന്നായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് സെഷനാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ 23-ാം നിയമ കമ്മീഷനായി നിയമിതനായത് ആരാണ്? ഇന്ത്യയിലെ 23-ാം നിയമ കമ്മീഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇന്ത്യയിലെ 23-ാം നിയമ കമ്മീഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. സുപ്രീം കോടതിയുടെ 52-ാം ചീഫ് ജസ്റ്റിസായി നിയമിതനാവുന്നത് ആരാണ്? സുപ്രീം കോടതിയുടെ 52-ാം ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് BR ഗവായി. ജസ്റ്റിസ് BR ഗവായി. ജസ്റ്റിസ് BR ഗവായി ആണ് സുപ്രീം കോടതിയുടെ 52-ാം ചീഫ് ജസ്റ്റിസ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ, പ്രസ് ആണ് കേട്ടോ, പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? സമർ അബു എലൂഫ് ആണ്. സമർ അബു എലൂഫ്. സമർ അബു എലൂഫ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ എന്ന പുരസ്കാരം നേടിയത് സമർ അബു എലൂഫ് ആണ്. ഇരു കൈകളും അറ്റുപോയിട്ടുള്ള ഒരു പാലസ്തീൻ ബാലൻ്റെ പടം, ആ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ചിത്രത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കേട്ടോ. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് സമർ അബു എലൂഫിനാണ്. അടുത്ത ചോദ്യം: ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. ഖേലോ ഇന്ത്യ ആണ് കേട്ടോ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഗജസിംഹയാണ്. ഗജസിംഹ. ഗജസിംഹ ഇതെന്താന്ന് വെച്ചാൽ ഇത് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനയുടെ പവറും സിംഹത്തിന്റെ ഹാർട്ടും എന്നതാണ് കേട്ടോ. ഗജസിംഹ എന്നാൽ എന്താണ്? ഗജം ആനയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ പവർ ഓഫ് എലിഫന്റ് ആൻഡ് ഹാർട്ട് ഓഫ് ലയൺ എന്നതാണ് ഗജസിംഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഗജസിംഹയാണ്. ഗജസിംഹ. വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ചൈനയുടെ ജു വെൻ ജൂൻ ആണ്. ജു വെൻ ജൂൻ. ചൈനയുടെ ജു വെൻ ജൂൻ ആണ് വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്. വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ജു വെൻ ജൂൻ. ചൈനയിൽ നിന്നുള്ള താരമാണ് ജു വെൻ ജൂൻ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് നിപുൺ അഗർവാൾ ആണ്. നിപുൺ അഗർവാൾ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി നിയമിതനായത് നിപുൺ അഗർവാൾ ആണ്. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ 23-ാം നിയമ കമ്മീഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. സുപ്രീം കോടതിയുടെ 52-ാം ചീഫ് ജസ്റ്റിസ് BR ഗവായി. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സമർ അബു എലൂഫ് ആണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ജു വെൻ ജൂൺ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി നിയമിതനായത് നിപുൺ അഗർവാൾ ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത്: ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. ആന്ധ്രാപ്രദേശിലെ അമരാവതി. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. ആന്ധ്രാപ്രദേശിലെ അമരാവതി ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എവിടെയാണ്? അമരാവതിയിലാണ്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. ചൈനയുടെ ടിയാൻഗോങ് സ്പേസ് സ്റ്റേഷനിലേക്ക് 2025 ഏപ്രിലിൽ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് എന്താണ്? ചൈനയുടേതെല്ലാം പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമല്ലോ അല്ലേ. ഷെൻഷോ 2.0 എന്നതാണ്. ചൈനയുടെ ടിയാൻഗോങ് സ്പേസ് സ്റ്റേഷൻ. ചൈനയുടെ ടിയാൻഗോങ് സ്പേസ് സ്റ്റേഷനിലേക്ക് 2025 ഏപ്രിലിൽ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് എന്താണ്? ചൈനയുടെ പേരൊക്കെ നമുക്ക് പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. ഷെൻഷോ. ഷെൻഷോ 20 ആണ് കേട്ടോ. ചൈനയുടെ ടിയാൻഗോങ് സ്പേസ് സ്റ്റേഷനിലേക്ക് 2025 ഏപ്രിലിൽ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് ഷെൻഷോ 20 എന്നത്. ഷെൻഷോ 20.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ആണ് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ദേവപ്രയാഗ് ജനാസു തുരങ്കം. ദേവപ്രയാഗ് ജനാസു തുരങ്കം. കേരളത്തിന്റെ 50ാം ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് ആരാണ്? കേരളത്തിന്റെ 50 എത്രാമതാണെന്നുള്ളത് കൂടി ഒന്ന് പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. 50ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് ഡോക്ടർ ജയതിലകാണ്. ഡോക്ടർ എ ജയതിലക്. ഡോക്ടർ എ ജയതിലകാണ് കേരളത്തിന്റെ 50ാം ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്ന വ്യക്തി. ഡോക്ടർ എ ജയതിലക്. തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ശാരദ മുരളീധരൻ ആയിരുന്നു കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ട് ഏത് എന്ന് ചോദിച്ചാലും വിഴിഞ്ഞമാണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ട് ഏത് എന്ന് ചോദിച്ചാലും വിഴിഞ്ഞമാണ്. അപ്പൊ നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. ചൈനയുടെ ടിയാൻഗോങ് സ്പേസ് സ്റ്റേഷനിലേക്ക് 2025 ഏപ്രിലിൽ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് ഷെൻഷോ 20 എന്നതാണ്. ഷെൻഷോ 20 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? അത് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ്. ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ്. കേരളത്തിന്റെ 50ാം ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് ഡോക്ടർ എ ജയതിലകാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞം. പിന്നെ നമ്മൾ കണ്ടു രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ട് ഏതാണ്? രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ടാണ് വിഴിഞ്ഞം. രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ട് ഏതാണ്? വിഴിഞ്ഞം. അടുത്തിടെ ദക്ഷിണാഫ്രിക്കയിലെ ഏത് പ്രവിശ്യയിലാണ് ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്തത്? അടുത്തിടെ ദക്ഷിണാഫ്രിക്കയിലെ ഏത് പ്രവിശ്യയിലാണ് ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്തത്? ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യയാണ്. ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യ. ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യ. ലോകസഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് ബില്ല്, വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന ദിവസം ഏതാണ്? ലോകസഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് 2025 ഏപ്രിൽ 8-നാണ്. 2025 ഏപ്രിൽ 8-നാണ്. ഏപ്രിൽ 4-ാം മാസമാണ്, 8-ാം തീയതിയാണ് വന്നിട്ടുള്ളത്. 2025 ഏപ്രിൽ 8 ലോകസഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് 2025 ഏപ്രിൽ 8-നാണ്. അടുത്തിടെ ഹൈബ്രിഡ് നെൽവിത്തിനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഈ അടുത്തിടെയായിട്ട് ഹൈബ്രിഡ് നെൽവിത്തിനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബ്. ഹൈബ്രിഡ് നെൽവിത്തിനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം, ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പഞ്ചാബാണ് ഉത്തരം. യുദ്ധക്കപ്പലുകൾക്കും ആണവ അന്തർവാഹിനികൾക്കുമായി ഇന്ത്യയിലെ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് എവിടെയാണ്? ഇത് ടൈപ്പിംഗ് എറർ ആണ് കേട്ടോ നമുക്ക് ഈ വരുന്നത്. ഇത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: യുദ്ധക്കപ്പലുകൾക്കും ആണവ അന്തർവാഹിനികൾക്കുമായി ഇന്ത്യയിലെ പുതിയ സബ്മറൈൻ നേവൽ ബേസ്, സബ്മറൈൻ നേവൽ ബേസ് വരുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ്. യുദ്ധക്കപ്പലുകൾക്കും ആണവ അന്തർവാഹിനികൾക്കുമായി ഇന്ത്യയിലെ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. നമുക്കിത് റിവൈസ് ചെയ്യാം. രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ട് വിഴിഞ്ഞമാണ്.
അടുത്തിടെ ദക്ഷിണാഫ്രിക്കയിലെ ഏത് പ്രവിശ്യയിലാണ് ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്തത്? ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യയിലാണ്. ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യ. ലോകസഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് 2025 ഏപ്രിൽ 8 വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2025 ഏപ്രിൽ 8. അടുത്തിടെ ഹൈബ്രിഡ് നെൽവിത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. പഞ്ചാബ്. യുദ്ധക്കപ്പലുകൾക്കും ആണവ അന്തർവാഹിനികൾക്കുമായി ഇന്ത്യയിലെ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. അടുത്ത സെറ്റ് ചോദ്യം. 2025 മാർച്ചിൽ കണക്ക് പ്രകാരം ലോകത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? ChatGPT ആണ് കേട്ടോ. ChatGPT. ഇൻസ്റ്റാഗ്രാമിനെയും ടിക്ടോക്കിനെയും എല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആപ്പ് എന്നൊരു അംഗീകാരം ഈ ChatGPT നേടിയിട്ടുള്ളത്. 2025 മാർച്ചിലെ കണക്ക് പ്രകാരം ലോകത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ChatGPT ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2025 മാർച്ച് 12 മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ 100ാം വാർഷികമാണ് 2025 മാർച്ച് 12 ആഘോഷിച്ചത്. 1925 മാർച്ച് 12 ശിവഗിരിയിൽ വെച്ച് ഗാന്ധിജി ഗുരു സമാഗമം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്, അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കുക. 1925 മാർച്ച് 12 ശിവഗിരിയിൽ വെച്ച് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. ഈ ഒരു കൂടിക്കാഴ്ചയിൽ ട്രാൻസ്ലേറ്റർ ആയിട്ട് ദ്വിഭാഷിയായിട്ട് വർക്ക് ചെയ്ത ആളാണ് എൻ കുമരൻ കേട്ടോ. എൻ കുമരനാണ്. കുമാരാന ആശാനല്ല, തെറ്റിപ്പോവരുത്. എൻ കുമരനാണ്. എൻ കുമരൻ. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2025 മാർച്ച് 12 ഓക്കെ ആണല്ലോ. അടുത്തത് അന്താരാഷ്ട്ര പൈ ദിനം എന്നാണ്? അന്താരാഷ്ട്ര പൈ ദിനം എന്നാണ്? മാർച്ച് 14. പൈ അറിയാലോ. പൈന്റെ വാല്യൂ എന്താണ്? പൈന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിക്കുന്നത് എന്താണ്? 3.14 എന്നാണ്. ഇതാണ് മാർച്ച് 14 മാസം. 3ാമത്തെ മാസമാണ് മാർച്ച് 14 തീയതി. പൈയുടെ വാല്യൂ എന്താണ്? 3.141592 അങ്ങനെയാണ് പോകുന്നത്. അതിൽ 3.14 ആണ് പൈ എന്ന് പറയുന്നത്. മാർച്ച് 14 അന്താരാഷ്ട്ര പൈ ദിനം എന്ന് ഓർത്തിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത്തെ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത്തെ അധ്യക്ഷനായി നിയമിതനായത് വി സുബ്രഹ്മണ്യമാണ്. വി സുബ്രഹ്മണ്യം. കുട്ടികളുടെ 31ാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരം ഏതാണ്? കുട്ടികളുടെ 31ാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരമാണ് ഭോപ്പാൽ. ഭോപ്പാൽ. ഇത് റിവൈസ് ചെയ്യാം. 2025 മാർച്ചിൽ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? ChatGPT ആണ് കേട്ടോ. ChatGPT. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2025 മാർച്ച് 12 1925 മാർച്ച് 12 ശ്രീനാരായണ ഗുരുവിനെ മഹാത്മാഗാന്ധി സന്ദർശിച്ചത്. എവിടെ വെച്ചാണ്? ശിവഗിരിയിൽ വെച്ചാണ്. ആ കൂടിക്കാഴ്ചയുടെ ട്രാൻസ്ലേറ്റർ ആരാണ്? എൻ കുമരനാണ്. കുമരൻ അല്ലെങ്കിൽ എൻ കുമാരൻ. ഓക്കെ. അന്താരാഷ്ട്ര പൈ ദിനം എന്നാണ്? മാർച്ച് 14 മാർച്ച് 14. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത്തെ അധ്യക്ഷനായി നിയമിതനായത് വി സുബ്രഹ്മണ്യമാണ്. വി സുബ്രഹ്മണ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത്തെ അധ്യക്ഷനായി നിയമിതനാവുന്നത് വി സുബ്രഹ്മണ്യമാണ്. കുട്ടികളുടെ 31ാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരം ഏതാണ്? ഭോപ്പാലാണ്. ഭോപ്പാൽ. ഭോപ്പാൽ. അടുത്ത സെറ്റ് ചോദ്യം. 70 വയസ്സ് കഴിഞ്ഞവർക്കായി രാജ്യത്ത് നടപ്പിലാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. വയസ്സ് ശ്രദ്ധിക്കണം, 70 വയസ്സാണ് കേട്ടോ. 70 വയസ്സ് കഴിഞ്ഞവർക്കായിട്ട് ഇന്ത്യയിൽ നടത്തിയ
സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് വയവന്ദന യോജന. വയവന്ദന യോജന പേരിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലെ, വയവന്ദന യോജന. 70 വയസ്സ് കഴിഞ്ഞവർക്കായിട്ട് രാജ്യത്ത് നടപ്പിലാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് വയവന്ദന യോജന. ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? കേരളം ഫസ്റ്റ് ഓപ്ഷനിൽ ഉണ്ടാവും, തെറ്റിപ്പോരുത്. ബീഹാർ ആണ് കേട്ടോ. ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? ബീഹാർ ആണ്, ബീഹാർ. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം എന്താണ്? 2025 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശമാണ് അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ. അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ 2025 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 ആണ് കേട്ടോ. ഏപ്രിൽ 7 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശമാണ് അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ എന്നത്. അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ എന്നത് ലോകാരോഗ്യ ദിനത്തിന്റെ 2025 സന്ദേശമാണ്. രാജ്യത്ത് ആദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. രാജ്യത്ത് ആദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. 2025 മെയ്യിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? 2025 മെയ്യിലാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. വേദി എവിടെയാണ്? ബീഹാർ ആണ്, ബീഹാർ. ഭാഗ്യചിഹ്നം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? പേര് എന്തായിരുന്നു? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ പേര് ഗജ സിംഹ എന്നതാണ്. ഓർത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. 70 വയസ്സ് കഴിഞ്ഞവർക്കായി രാജ്യത്ത് നടപ്പിലാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ്? വയവന്ദന യോജന എന്നാണ്. വയവന്ദന യോജന. ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? ബീഹാറിൻ്റെതാണ്, ബീഹാർ. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ എന്നതാണ്. രാജ്യത്ത് ആദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. 2025 മെയ്യിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ബീഹാർ ആണ്, ബീഹാറിലാണ് 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി. അടുത്തത് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ് ആണ്, സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫ് ആണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. സക്കറിയയ്ക്കാണ്, സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയയ്ക്കും 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സേതുവിനുമാണ് ലഭിച്ചിട്ടുള്ളത്. സേതുവിനുമാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. 2023 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് സക്കറിയയ്ക്കാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സേതുവിനുമാണ് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്താണ് തൃപ്പങ്ങോട് മലപ്പുറം ജില്ലയാണ് കേട്ടോ, മലപ്പുറം ജില്ലയാണ്. സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്താണ് തൃപ്പങ്ങോട്, മലപ്പുറം ജില്ല. ഏത് ഹൈക്കോടതിയാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചത്? ഏത് ഹൈക്കോടതിയാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചത്? കേരള ഹൈക്കോടതിയാണ്, കേരള ഹൈക്കോടതി.
കേരള ഹൈക്കോടതിയാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചിട്ടുള്ളത്. റാഗിംഗ് വിരുദ്ധ നിയമങ്ങളുണ്ടല്ലോ, അത് ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി അല്ലെങ്കിൽ കെൽസ ഒരു പൊതു താല്പര്യ ഹർജി പാസ്സാക്കേണ്ടായി, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കേണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചത് കേട്ടോ. അപ്പോൾ റാഗിംഗ് കേസുകൾക്ക് പരിഗണിക്കുന്നതിനായിട്ട് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാണ് ഡോക്ടർ അഞ്ജു രതി റാണ. ഡോക്ടർ അഞ്ജു രതി റാണ കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാണ് ഡോക്ടർ അഞ്ജു രതി റാണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജാംനഗറിൽ ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിന്റെ പേര് എന്താണ്? വനതാര എന്നതാണ് കേട്ടോ. വനതാര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജാംനഗറിൽ ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രം ഏതാണ്? വനതാരയാണ്. വനതാര എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. വന്യജീവി പുനരധിവാസ കേന്ദ്രമാണ് എന്നും മനസ്സിലാക്കിയിരിക്കുക. ഏകദേശം അപകടങ്ങളൊക്കെ പറ്റിയിട്ടുള്ള ചുറ്റുപാടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഇനങ്ങളിൽ ഉൾപ്പെടുന്ന ഏകദേശം 25,000-ഓളം ജീവിവർഗങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ഒരു പുനരധിവാസ കേന്ദ്രമാണ് ഈ വനതാര എന്നത് കേട്ടോ. ഗുജറാത്തിലാണ്, ജാംനഗറിലാണ്. പുനരധിവാസ കേന്ദ്രമാണ്, വന്യജീവി പുനരധിവാസ കേന്ദ്രമാണ് വനതാര എന്നത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറാ ജോസഫിനാണ്. 2023 സക്കറിയയാണ്. 2022 സേതു. സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? തൃപ്പങ്ങോടാണ്, മലപ്പുറം ജില്ല. ഏത് ഹൈക്കോടതിയാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചത്? കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാരാണ്? കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാണ് ഡോക്ടർ അഞ്ജു രതി റാണ. ഡോക്ടർ അഞ്ജു രതി റാണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജാംനഗറിൽ ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രമാണ് വനതാര എന്നത്. വനതാര. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിന് ആശീർവാദമേകാൻ മഹാത്മാഗാന്ധി വൈക്കത്ത് എത്തിയതിന്റെ 100-ാം വർഷം എന്നായിരുന്നു? 2025 മാർച്ച് 9 കേട്ടോ. 2025 മാർച്ച് 9 അതിന്റെ 100-ാം വാർഷികം ആഘോഷിച്ചത്. 1925 മാർച്ച് 9 ഗാന്ധിജി വൈക്കത്ത് എത്തിയത്. വൈക്കം സത്യാഗ്രഹത്തിന് ആശീർവാദമേകുന്നതിനായിട്ട് ഗാന്ധിജി എത്തിയത് എപ്പോഴാണ്? 1925 മാർച്ച് 9 മാർച്ച് 9, 100-ാം വർഷമാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്നെല്ലാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അമൃത ഭാരത് പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ആദ്യം പ്രവൃത്തി പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? അമൃത ഭാരത് പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ആദ്യം പ്രവൃത്തി പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷനാണ് വടകര റെയിൽവേ സ്റ്റേഷൻ. വടകര റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച് റെക്കോർഡ് നേടിയ വനിതാ താരം ആരാണ്? വന്ദന കടാരിയയാണ് കേട്ടോ. വന്ദന കടാരിയ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച് റെക്കോർഡ് നേടിയ വനിതാ താരം ആരാണ് എന്ന് ചോദിച്ചാൽ വന്ദന കടാരിയാണ്. വന്ദന കടാരിയ. ഇത് കറണ്ട് അഫെയർ വരാൻ കാരണം ഈ ഒരു താരം ഇപ്പൊ ഈ അടുത്താണ് വിരമിച്ചിട്ടുള്ളത്. വന്ദന കടാരിയ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫെയർസിൽ വന്നിട്ടുള്ളത്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായിട്ട് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കൊണ്ട് റെക്കോർഡ് നേടിയിട്ടുള്ള വനിതാ കായിക താരം ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വന്ദന കടാരിയാണ്. വന്ദന കടാരിയ. ഭൂകമ്പമുണ്ടായ മ്യാൻമറിൽ സഹായമെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് എന്താണ്? ഭൂകമ്പമുണ്ടായ മ്യാൻമറിൽ സഹായമെത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നത്. ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമറിൽ ഭൂകമ്പമുണ്ടായ സമയത്ത് അതിനായുള്ള സഹായം എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യയുടെ ഒരു ദൗത്യമുണ്ടായി. ആ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നത്. ഓപ്പറേഷൻ ബ്രഹ്മ.
ഭൂകമ്പമുണ്ടായ മ്യാൻമറിൽ സഹായം എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. തിരഞ്ഞെടുപ്പ് സംബന്ധമായ വിവരമറിയാൻ സംസ്ഥാനത്ത് ഒരുക്കിയ കോൾ സെന്റർ സംവിധാനത്തിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 1950 എന്നത്. 1950 തിരഞ്ഞെടുപ്പ് സംബന്ധമായ ഏതൊരു വിവരവും അറിയുന്നതിനായിട്ട് സംസ്ഥാനത്ത് ഒരുക്കിയ കോൾ സെന്റർ സംവിധാനത്തിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 1950 അല്ലെങ്കിൽ 1950 എന്നത്. 1950. ഓക്കെ, അപ്പൊ ഇത് റിവൈസ് ചെയ്താൽ കഴിഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തിന് ആശീർവാദമേകുന്നതിനായിട്ട് മഹാത്മാഗാന്ധി വൈക്കത്തെത്തിയതിന്റെ 100-ാം വർഷം തികഞ്ഞ ദിവസം ഏതാണ്? 2025 മാർച്ച് 9 2025 മാർച്ച് 9 അമൃത ഭാരത് പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ആദ്യം പ്രവൃത്തി പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? വടകര റെയിൽവേ സ്റ്റേഷനാണ്, വടകര. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച് റെക്കോർഡ് നേടിയ വനിതാ താരം ഏതാണ്? വന്ദന കടാരിയാണ്, വന്ദന കടാരിയ. ഭൂകമ്പമുണ്ടായ മ്യാൻമറിൽ സഹായം എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ എന്നാണ്, ഓപ്പറേഷൻ ബ്രഹ്മ. തിരഞ്ഞെടുപ്പ് സംബന്ധമായ വിവരമറിയാൻ സംസ്ഥാനത്തൊരുക്കിയ കോൾ സെന്റർ സംവിധാനത്തിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 1950 എന്നത്. 1950. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് നോക്കി പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. PSC ചോദ്യപേപ്പറുകൾ റിവൈസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഏതൊക്കെ ഭാഗത്തിൽ നിന്നാണ് PSC ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ ഇടുന്നതെന്ന് നമുക്ക് അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.